ഡാൻഡ്രഫും ഹെയർ ഫോളും സ്ട്രഗിൾ ചെയ്യുന്നവരാണോ നിങ്ങൾ? ദെൻ ദിസ് സ്റ്റെപ്പ് യു ഷുഡ് നോട്ട് സ്കിപ്പ്. ഡേ 2 ഈവനിങ് റുട്ടീൻ ആണിത്. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഡബിൾ ഓയിലിംഗ് മെത്തേഡ് ആണ്. സോ ഇതുപോലെയാണ് ഞാൻ ഡബിൾ ഓയിലിംഗ് മെത്തേഡ് വഴി എണ്ണ ചൂടാക്കാറ്. ആദ്യം നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ഓയിൽ എടുക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏത് ഓയിലായാലും മതി. ഓക്കെ, സോ ഒരുപാട് ചൂടാക്കരുത്, ഒരു ചെറിയൊരു ചൂട്, നമ്മുടെ ഹെയറിലെ സ്കാൽപ്പിൽ അപ്ലൈ ആക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ചൂട്. സോ നമ്മൾ ഈ ഒരു ചൂട് എണ്ണ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്താൽ അബ്സോർപ്ഷൻ കൂടുതൽ ബെറ്റർ ആക്കും ആൻഡ് സ്കാൽപ്പ് കൂടുതൽ റിലാക്സ് ആവും. ഇപ്പോൾ ഞാൻ ഹെയർ സെക്ഷൻ ചെയ്തിട്ട് ഓരോ പാർട്ട് എടുത്തിട്ട് ഹെയറിൻ്റെ റൂട്ടിൽ ഡയറക്റ്റ്ലി ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഹോട്ട് ഓയിൽ മസാജ് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതിനു മുമ്പായിട്ട് ഞാൻ എൻ്റെ ഹെയർ ഫോൾ കാണിച്ചു തരാം. ഇത്രത്തോളം ഉണ്ട് ഇന്നത്തെ ഒരു ഹെയർ ഫോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഹോട്ട് ഓയിൽ മസാജ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്കാൽപ്പ് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും, ഡ്രൈനെസ് കുറയ്ക്കും, ഡാൻഡ്രഫ് ലൂസനാക്കാൻ ഹെൽപ്പ് ചെയ്യും ആൻഡ് ഗ്രാജുവലി ഹെയർ റൂട്ട്സ് സ്ട്രോങ്ങർ ആക്കാൻ സപ്പോർട്ട് ചെയ്യും. എസ്പെഷ്യലി ക്ലോറിനേറ്റഡ് വാട്ടർ യൂസ് ചെയ്യുന്നവർക്ക് സ്കാൽപ്പ് ഡ്രൈനസ് ആൻഡ് ഫ്ലേക്സ് കോമൺ ആണ്. സോ മോയ്സ്ചർ റീസ്റ്റോർ ചെയ്യാൻ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ ഹെയർ ഓയിൽ മസാജ് അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് മസാജ് ചെയ്യുന്ന ടൈമിൽ നെയിൽസ് യൂസ് ചെയ്യരുത്. ഫിംഗർ ടിപ്സ് കൊണ്ട് ജെന്റിൽ സർക്കുലർ മോഷനിൽ അറ്റ്ലീസ്റ്റ് 5 to 10 minutes മസാജ് ചെയ്താൽ മതി. ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഡബിൾ ഓയിലിംഗ് മെത്തേഡ് വഴി നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ എണ്ണ മാത്രമല്ല നമ്മുടെ ഹെയറിന് ഒരു മാജിക് കൊണ്ടുവരുന്നത്. എണ്ണ തേച്ചു എന്ന് വെച്ചിട്ട് നമ്മുടെ മുടി വളരാനോ ഡാൻഡ്രഫ് മാറാനോ ഒന്നും പോകുന്നില്ല. നമ്മുടെ സ്കാൽപ്പ് പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കി വെക്കുക, അതുപോലെ തന്നെ കൺസിസ്റ്റൻസി. ഈ ഒരു 2 കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഹെൽത്തി സ്കാൽപ്പ് ആണെങ്കിൽ മാത്രമേ ഹെൽത്തി ഹെയർ ഗ്രോത്ത് പോസിബിൾ ആക്കുള്ളൂ. ദിസ് ഈസ് മൈ ഡേ ടു പ്രോഗ്രസ്. സ്ലോ പ്രോസസ് ആണ്, ബട്ട് ഐ ആം സ്റ്റേയിങ് കൺസിസ്റ്റന്റ്. See you on day 3. If you like this video, please subscribe my channel and join our journey. Bye bye.